ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ. പിന്നെ ഈ ജന്മത്തിൽ മമ്മി അവളെ കാണില്ല. ഞാനാ പറയുന്നേ. മോളെ പ്ലീസ്. മമ്മി കിടന്നോ, ഞാൻ പൊക്കോളാം. പക്ഷേ മമ്മി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി അവളെ സ്നേഹിക്കാനാണ് മമ്മി ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അവളെ കൊല്ലും. എന്റെ മമ്മിയുടെ സ്നേഹം ഷെയർ ചെയ്യുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ മമ്മിയോടെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏയ് വേണ്ട മാഡം. വേണം. മമ്മിയുടെ അസുഖമൊക്കെ ഞാൻ മാറ്റിക്കോളാം. മമ്മി എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ, ഉറക്കം വന്നു. ഹാ, എന്നിട്ട് വെറുതെ ഈ സിനിച്ചേച്ചി പറഞ്ഞു മമ്മി സുഖമില്ലാതെ കിടക്കാന്ന്. കണ്ടില്ലേ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ മമ്മി? ഹാ, മമ്മി ഇതൊന്നും നോക്കിയേ. ഇതെനിക്കും നവീനും പോവാനുള്ള ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസാ. ഫസ്റ്റ് ചോയ്സ് സ്വിറ്റ്സർലാൻഡ്, ദെൻ അതർ യൂറോപ്യൻ കൺട്രീസ്. ഇതിലേതാ മമ്മി സെലക്ട് ചെയ്യുന്നേ? അതൊക്കെ മോളുടെ ചോയ്സ്. നീ തന്നെ തീരുമാനിച്ചോ. പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് സെലക്ട് ചെയ്യണം. ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. നോക്ക് മമ്മി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മോളെ, അസുഖമൊന്നും ഇല്ലെന്ന് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. മോളെ പ്ലീസ് എന്നെ ശല്യപ്പെടുത്തരുത്. കുറച്ചു കാലമായിട്ടുള്ള മമ്മിയുടെ തലവേദന എന്താണെന്ന് എനിക്കറിയാം. ആ കൃഷ്ണയുടെ കാര്യല്ലേ? എനിക്കിപ്പോ എന്താന്നറിയോ തോന്നുന്നേ? മമ്മിയുടെ മോളായിട്ട് ജനിക്കണ്ടായിരുന്നു എന്ന്. എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവളായിരുന്നെങ്കിൽ മമ്മി വല്ലാണ്ട് എന്നെ സ്നേഹിക്കുമായിരുന്നല്ലോ. നവീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ. പിന്നെ ഈ ജന്മത്തിൽ മമ്മി അവളെ കാണില്ല. ഞാനാ പറയുന്നേ. മോളെ പ്ലീസ്. മമ്മി കിടന്നോ, ഞാൻ പൊക്കോളാം. പക്ഷേ മമ്മി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി അവളെ സ്നേഹിക്കാനാണ് മമ്മി ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അവളെ കൊല്ലും. എന്റെ മമ്മിയുടെ സ്നേഹം ഷെയർ ചെയ്യുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സിനി, ഗാഥമോൾക്ക് ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയില്ല. മാമിനെ വിളിക്കണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞത്. സ്നേഹം വേദനയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടില്ലേ? വേദനിപ്പിക്കട്ടെ, അവൾ തന്നെ എന്നെ വേദനിപ്പിക്കട്ടെ. മോളെ, എന്താ അമ്മേ? മോളൊന്ന് ഇങ്ങോട്ട് വന്നേ. വാ മോളെ. മോളെ, മോളൊരു കാര്യം ചെയ്. അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുറെ ദിവസമായില്ലേ മോള് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്? അതെ മോളെ, വൃദ്ധാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞു. സർപ്പബലി കൂടി കഴിഞ്ഞപ്പോ ശാരീരികമായും മാനസികമായിട്ടും മോള് തളർന്നിട്ടുണ്ട്. അതിന്റെ കൂടെയാ ഇപ്പൊ ഈ കാവലിരിപ്പ്. ഇപ്പൊ നവീന കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് രാവിലെ നേരത്തെ വരാം. അയ്യോ വേണ്ട അമ്മേ, എനിക്ക് നവീന്റെ അടുത്ത് തന്നെ ഇരിക്കണം. പറയുന്ന കേക്ക് മോളെ. നിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അച്ഛനും അമ്മയ്ക്കും ആശങ്ക ഉണ്ടാവില്ലേ? അതുകൊണ്ടാ പറയുന്നേ. അമ്മേ, ഒരു കാര്യം ചെയ്യോ, അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിക്കോളൂ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഏയ്, അതൊന്നും ശരിയാവില്ല. മോളെ ഇവിടെ തനിച്ചാക്കിയിട്ട്
ഞങ്ങളെങ്ങനെയാ? ഞാൻ തനിച്ചാണോ? ഇവിടെ നവീനില്ലേ? നവീൻ കൂടെ ഉണ്ടെങ്കില് പിന്നെ എന്താ അച്ഛാ? അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ കുളിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ വന്നാ മതി. അച്ഛാ, അമ്മയെ കൂട്ടിയിട്ട് പോ. അല്ല മോളെ, നവീനിപ്പോ യാതൊരു കുഴപ്പമില്ല. ഞാനിവിടുന്ന് വീട്ടിലേക്ക് പോയാ ഒന്നുണന്നാ പിന്നെ നവീൻ ഉറങ്ങില്ല. അവിടെ ചെന്നിരുന്ന എനിക്കും പിന്നെ ഉറക്കൊന്നും കിട്ടില്ല. ഇതാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാം. അമ്മേ, ചെല്ലു. എന്താ നന്ദേട്ടാ? അച്ഛൻ അതിനി മറുപടി പറയാനോ ഇവിടെ തന്നെ നിൽക്കാനോ നോക്കണ്ട. രണ്ടുപേരും പോയേ പറ്റൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ വിശ്രമം വേണ്ടേ? ഉള്ളില് എന്ത് സങ്കടത്തോടെ നിന്നിരുന്നെന്ന് എനിക്കറിയാം. എങ്കിൽ നമുക്ക് പോവാൻ സുമിത്രേ. ശരി മോളെ. ശരി മോളെ. അമ്മേ, ഞാൻ നവീന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താടോ? ദൈവത്തിന്റെ അനുഗ്രഹമുള്ളൊരു കുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വരണമെന്നായിരുന്നു പ്രാർത്ഥന. ദൈവം തന്നെ അവതാരം എടുത്ത് ഇറങ്ങി വരുമെന്ന് കരുതിയില്ല. അവൾക്ക് അങ്ങനെ പെരുമാറാനെ പറ്റൂ സുമിത്രേ. അവള് കണ്ടതും ശീലിച്ചതൊക്കെ അതാ. ഇനിയിപ്പൊ നമ്മൾ ആരും ഇല്ലെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. മോൾ അവന്റെ അടുത്തുണ്ടായാ മതി. നമുക്കിറങ്ങാം. ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് എനിക്ക് കിട്ടണം. ഈ നിൽക്കുന്ന കൂട്ടുകാരുടെ മുമ്പില് മോള് വലിയ സംഭവമായിരിക്കും. പക്ഷേ അത് എന്റെ അടുത്ത് ചെലവാവില്ല. ഒളിച്ച കളികളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഇനിയെന്നും ഞാൻ നവീന്റെ കൂടെ ഉണ്ടാവും, നവീന്റെ പ്രിയപ്പെട്ടവളായിട്ട്.